സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് നമ്മുടെ അർജൻറ്റീനയിലാണെന്ന്. അർജൻറ്റീനയിലും ബ്രസീലിലൊക്കെ ഇതേപോലെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഭയങ്കര ആർട്ടുകൾ, ഡ്രോയിങ്സ് വരച്ചിട്ടിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ നമ്മുടെ സെൻറ് തോമസ് കോളേജിൻ്റെ മതിലാണിത്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ മൈന്യൂട്ടായിട്ട് വളരെ ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള പടങ്ങളാണ്. സമയമെടുത്ത് വരച്ചിട്ടുള്ളത്. തെരുവര എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഒന്നിക്കണം മാനവികത. സംഭവം അടിപൊളിയുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സെൻറ് തോമസ് കോളേജിൻ്റെ മതിലുമേ റൗണ്ടിൽ എത്തണ വരെ ഈ പടങ്ങളുണ്ട്. സെൻറ് തോമസ് കോളേജിൻ്റെ മതിൽ കഴിഞ്ഞാൽ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ മതിലായി. കണ്ടാ, എന്ത് മനോഹരമായ പടങ്ങളാണ്. അടിപൊളി. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കേരള ലളിതകലാ അക്കാദമി, അതുപോലെ കേരള സംഗീത നാടക അക്കാദമി, ഈ രണ്ടും കൂടിയിട്ടുള്ള ഒരു ഇറ്റ്ഫോക്കും കൂടി സഹകരിച്ചിട്ടുള്ളൊരു സംഭവമാണത്. അത് നമ്മൾ കെയർഫുള്ളായിട്ട് നാട്ടുകാരെ സൂക്ഷിക്കണമെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ എന്നുള്ളതിൽ ചെളി വാരി വിതറല്ലേ. ഇത് കണ്ട, ഇത് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ മതിൽ വേണം. ഒരു വലിയൊരു കുട ചാരി വെച്ചേക്കാം, കിടത്തിയിട്ടേക്കാം. നല്ല കലാകാരന്മാരാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരും അതുപോലെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരും നമ്മുടെ നാട്ടുകാരും ഒക്കെ കൂടിയിട്ടുള്ള കലാപരിപാടികൾ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള കടകളിലൊക്കെ അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരു 1.5 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുള്ള ഇറ്റ്ഫോക്ക്, കഴിഞ്ഞ വർഷം ഇറ്റ്ഫോക്ക് തുടങ്ങുമ്പോഴോ അതിനോടനുബന്ധിച്ചൊക്കെയാണ് തോന്നുന്നത്. കണ്ടാ, ഇതിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നു നമ്മുടെ പടക്കക്കട ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ബെൻഡ് നേരെ കാണുന്നത് റൗണ്ടായി. ഇത് നമ്മൾ ആദ്യം കണ്ടത് തന്നെ. ഇവിടെ ഇത് മറ്റേ ക്രോക്കഡൈലിൻ്റെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ. വേറെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാണ്ട് ഇവിടെ ഒരു കടയം അടിച്ചിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അതും കൂടി ഒന്ന് ക്യാച്ച് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്ന് വീണ്ടും. അതിവിടെ നമ്മുടെ കരിയിലെ കട എന്ന് പറയും, കരി ജോസിൻ്റെ കട എന്ന് പറയാം. നമ്മളൊക്കെ ഇവിടെ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും ട്യൂഷനും നമ്മുടെ ശക്തൻ തമ്പുരാൻ കോളേജ് ഓഫ് മാത്തമാറ്റിക്സിൻ്റെ മെയിൻ സ്ഥലങ്ങളായിരുന്നു ഇവിടെ. അതിൻ്റെ അപ്പുറത്തൊക്കെ ട്യൂഷൻ ക്ലാസ് ആയിരുന്നു അജിത് സാറിൻ്റെ. ഓക്കെ.